ഹായ്, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിയുടെ പെരുന്നാളിൻ്റെ ബിരിയാണി ഉണ്ടാക്കിയ റെസിപ്പിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് ഞാൻ ആദ്യം കാണിച്ചത്. ബീഫിൻ്റെ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ബീഫ് കുക്കറിൽ വേവാൻ വെച്ച് ബീഫ് കറി റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്ക് ചോറ് വേവിക്കാം. അപ്പോൾ അതിനായി ആദ്യം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന ചരുവത്തിൽ തന്നെ നമുക്ക് നെയ്യൊഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും എല്ലാം വാട്ടിയെടുക്കാം. അതിനുശേഷം കുറച്ചുകൂടി നെയ്യൊഴിച്ചിട്ട് അതിലേക്ക് കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക അതെല്ലാം ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് സവാള ഇട്ട് മൂപ്പിച്ചെടുക്കണം. ഒത്തിരി അങ്ങ് മൂക്കിയൊന്നും വേണ്ട, ഒരു മീഡിയം ലെവലിൽ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അതിനകത്ത്. പിന്നെ നല്ലതുപോലെ വഴണ്ടി വരുമ്പോൾ നമുക്കിനി ചോറ് വേവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഞാനിവിടെ ഒരു 1.25 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഉപ്പിട്ട് കൊടുക്കണം വെള്ളത്തിൽ. അപ്പോൾ കഴുകി കുതിർത്ത് ഊറ്റി വെച്ചിരിക്കുന്ന അരി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് അടച്ച് ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, ചുവട്ടിൽ പിടിക്കാതിരിക്കാൻ. അപ്പോൾ ചോറ് റെഡിയായിട്ടുണ്ട്. നല്ല വേവോട് കൂടി നല്ല ചോറ് റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. നമുക്കിനി ദമ്മിടുന്നതിന് വേണ്ടിയാണ് ആ ചരുവത്തിലോട്ട്, നമുക്ക് ദമ്മിടാനുള്ള ചരുവത്തിലോട്ട് നല്ലതുപോലെ നെയ്യ് തേച്ച് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ആദ്യം കുറച്ച് ചോറിട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇറച്ചി ഇട്ട് കൊടുക്കണം. കറി വെച്ച് ഇറച്ചി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ചോറിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഓരോ തട്ടായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നീട് അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം അതിൻ്റെ ഓരോ തട്ടിൽ നമ്മൾ ലെയറുകളായിട്ട് ഓരോ ലെയറിൽ നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതേപോലെ പിന്നെ കളറ് എല്ലാം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബിരിയാണി റെഡിയായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.